മഴ പെയ്താൽ തുമ്മും അമ്മിണി തുമ്മല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു അപ്പൂപ്പൻ്റെ സൗണ്ട് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയറോമാക്സ് തേച്ച് കുളിച്ചാൽ താരൻ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കാമിലാരി, ഇതൊക്കെ ഒരേ സെയിം ആളുകളുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഒക്കെ അതിൻ്റെ അവരുടെ ഫൗണ്ടറായ പത്മനാഭൻ വൈദ്യരായി അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെയായിരുന്നു ആ പരസ്യം ഷൂട്ട് ചെയ്തത്. പക്ഷെ എന്തോ ഒരു ടെക്നിക്കൽ ഇറർ വരികയും അതിൻ്റെ ഒരു പാച്ച് എന്നുള്ള രീതിയിൽ എന്നോടൊന്ന് അത് മിമിക് ചെയ്യാമോ അല്ലെങ്കിൽ റീഡബ് ചെയ്യാമോ എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചു. പക്ഷെ ആ സമയത്ത് തന്നെ ഇതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ ഡാൻ എന്ന് പറഞ്ഞൊരു സൗണ്ട് എഞ്ചിനീയർ, അദ്ദേഹം പുള്ളിക്കാരൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു, ചേട്ടാ അത് ടോട്ടൽ ആയിട്ടും ചേട്ടൻ ഒരെണ്ണം ചെയ്തു വെച്ചേക്ക്, പാച്ചായിട്ടും ചെയ്തു വെച്ചു. അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, പുള്ളി കുറച്ചും കൂടി ഈ കാര്യത്തിൽ ഭയങ്കര ഒരു നോവൽറ്റി ഉള്ളൊരു മനുഷ്യൻ. പുള്ളിക്കാരൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലയൻറ്റ് പറഞ്ഞ് പാച്ചായിട്ട് ചെയ്ത് വെച്ചേക്കണത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു ലിഷർ ടൈമിൽ പുള്ളി ഇച്ചിരി ഫുൾ ചെയ്ത് വെച്ച സാധനത്തിൽ നാച്ചുറൽ ആംബിയൻസ് എല്ലാം കൊടുത്തിട്ട് പുള്ളി ഒന്നുകൂടി ക്ലയന്റിനെ കേൾപ്പിച്ചു, ഇതാണല്ലോ നല്ലത് എന്ന്. അങ്ങനെയാണ്. അപ്പൊ അത് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പോയില്ല. അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തു കുറെ പരസ്യങ്ങൾ പോയി. അപ്പൊ അത് പ്രൊഡക്റ്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതങ്ങനെ പുറത്ത് പറയാൻ പാടില്ലാത്ത എത്തി. അദ്ദേഹത്തിന് മരണശേഷമായിരുന്നു ഞാനായിരുന്നു ഡബ് ഞാൻ അവിടെ പറഞ്ഞത് തന്നെ. അപ്പോൾ അതുവരെ നമ്മൾ ആ എത്തിക്സ് കാത്ത് സൂക്ഷിക്കണമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അതങ്ങനെ സൂക്ഷിച്ചു. ഹെയറോമാക്സ് തേച്ചു കുളിച്ചാൽ താരൻ മുടി കൊഴിച്ചിൽ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ പോക്കിരി രാജയിലെ അപ്പൂവിന്റെ ശബ്ദം. Chatting with Voice Buddy. Speak from the heart. Share your story.